ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് 15-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇനി വരുന്ന 10th ലെവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ഇതിലെ പ്രിലിംസ് എന്നുള്ള കടമ നമുക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി ടാലന്റ് അക്കാദമിയുടെ ഒരു റെക്കോർഡ് കോഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ 200-ലധികം മണിക്കൂറുകൾ വരുന്ന ക്ലാസ്സുകളാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. ടോപ്പിക് വൈസ് എക്സാമും റിവിഷൻ എക്സാമും മോഡൽ എക്സാമും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ 200-ലധികം വരുന്ന സ്റ്റഡി മെറ്റീരിയൽസും ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഫുൾ ടൈം മെന്റർ സപ്പോർട്ട് കൂടി ലഭിക്കുന്ന ഈ ഒരു ക്ലാസിന്റെ പ്രൈസ് വരുന്നത് 999 രൂപയാണ്. എന്നാൽ നിങ്ങൾക്ക് 749 രൂപയ്ക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യാനായി താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു പുരസ്കാരമാണ്. 2026-ലെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ആരെന്ന് നോക്കാം. ഏഴാച്ചേരി രാമചന്ദ്രനാണ്. ആർക്കാണ്? ഏഴാച്ചേരി രാമചന്ദ്രനാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. ഏത് വർഷത്തെയാണ്? 2026-ലെയാണ്. 2026-ലെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരമാണ്. അപ്പോൾ ഏഴാച്ചേരി രാമചന്ദ്രനാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണെന്ന് കൂടി ഒന്ന് ഓർത്തു വെക്കുക. 55,555 രൂപയാണ് പുരസ്കാരത്തിന്റെ സമ്മാന തുക വരുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, ഒരു പുരസ്കാരമാണ് നോക്കിയത്. കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം 2026-ലെ ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ആരാണ്? ഏഴാച്ചേരി രാമചന്ദ്രനാണ്. ഇനി അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ്, വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായത്തിന്റെ പുതുക്കിയ തുക എത്രയെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, 14 ലക്ഷം രൂപയാണ്. എത്രയാണ്? 14 ലക്ഷം രൂപയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന ധനസഹായമാണ്. അപ്പോൾ ആ ഒരു ധനസഹായത്തിന്റെ തുക എന്താണ്? പുതുക്കിയിരിക്കുകയാണ്. നേരത്തെ എത്ര ലക്ഷം രൂപയായിരുന്നു? 10 ലക്ഷം രൂപയായിരുന്നു. 10 ലക്ഷം രൂപയായിരുന്നു നേരത്തെ ധനസഹായമായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഒരു തുക പുതുക്കി എത്രയാക്കിയിരിക്കുകയാണ്? 14 ലക്ഷം രൂപയാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക, ഈ ഒരു 14 ലക്ഷം രൂപയിൽ 10 ലക്ഷം രൂപ നൽകുന്നത് വനം വകുപ്പാണ്. 10 ലക്ഷം രൂപ നൽകുന്നത് വനം വകുപ്പാണ്. പിന്നെ 4 ലക്ഷം രൂപ നൽകുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നുമാണ് നൽകുന്നത്. അപ്പോൾ 4 ലക്ഷം രൂപ നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും, 10 ലക്ഷം രൂപ നൽകുന്നത് എന്താണ്? വനം വകുപ്പാണ്. അപ്പോൾ അങ്ങനെ 14 ലക്ഷം രൂപയാണ് എന്താണ് ഇനി മുതൽ വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ലോകത്തിലെ ആദ്യ ഓട്ടോണമസ് മാരിടൈം ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് സിസ്റ്റം സെന്റർ നിലവിൽ വരുന്നത് എവിടെയെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, എവിടെയാണ് നിലവിൽ വരുന്നത്? ജുവലദിന്നയിലാണ്. എവിടെയാണ്? ജുവലദിന്നെ മത്സ്യബന്ധന തുറമുഖത്താണ് നിലവിൽ വരുന്നത്. ഓർത്തു വെക്കുക, ജുവലദിന്നെ മത്സ്യബന്ധന തുറമുഖത്താണെന്നാണ് ഇത്തരത്തിലൊരു സെന്റർ നിലവിൽ വരുന്നത്. ലോകത്തിൽ ആദ്യമായിട്ടാണ് എന്താണ് ഒരു ഓട്ടോണമസ് മാരിടൈം ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് സിസ്റ്റം സെന്റർ നിലവിൽ വരുന്നത്. അത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ. ഓർത്തു വെക്കുക, നെല്ലൂരിലെ ജുവലദിന്നയിലാണ്. ജുവലദിന്നെ എന്താണ് ഫിഷിംഗ് ഹാർബറിലാണ് ഇത്തരത്തിലൊരു സെന്റർ നിലവിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഹാർബറിലാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇതിലൂടെ എന്താണ് കപ്പൽ നിർമ്മാണവും അതിനുശേഷമുള്ള കമ്മീഷണറിങ്ങും അതേപോലെ തന്നെ കപ്പൽ വിന്യസിക്കുന്നതിനുമെല്ലാം എന്താണ് ഈ ഒരു കടലിലേക്ക് തുറമുഖത്തിന്റെ ആ ഒരു തുറമുഖം വഴി നേരിട്ടുള്ള പ്രവേശനം സാധ്യമാവുന്നതാണ്. ഇത്തരത്തിൽ ആന്ധ്രാപ്രദേശിലാണ് ഈ ഒരു സെന്റർ നിലവിൽ വന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു സെന്റർ നിർമ്മിക്കുന്നത് ആരാണെന്ന് ഓർത്തു വെക്കുക. ആന്ധ്രാപ്രദേശ് ഗവൺമെന്റും അതേപോലെ സാഗർ ഡിഫൻസ് എഞ്ചിനീയറിംഗ് ചേർന്നിട്ടാണ് എന്താണ് ഈ ഒരു സെന്റർ നിർമ്മിക്കുന്നത്. അപ്പോൾ എവിടെയാണ് നിലവിൽ വരുന്നതെന്ന് ഓർത്തു വെക്കുക. ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലെ ജുവലദിന്നെ മത്സ്യബന്ധന തുറമുഖത്താണ് നിലവിൽ വരുന്നത്. ഇനി ഒരു സിനിമയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2026 റിലീസ് ചെയ്തതിന്റെ 95-ാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ആദ്യ ശബ്ദ ചിത്രം ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ആലം ആര. എന്താണ്? ആലം ആര എന്നുള്ള ഈ ഒരു ചിത്രമാണ് 2026 അത് റിലീസ് ചെയ്തതിന്റെ 95-ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്. മാത്രമല്ല ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയുടെ ആദ്യ ശബ്ദ ചിത്രവും കൂടിയാണ്. ഇന്ത്യയുടെ ആദ്യ ശബ്ദ ചിത്രം ഏതാണ്? അത് ആലം ആര എന്നുള്ള ഈ ഒരു സിനിമയാണ്. എങ്കിൽ എന്നാണ് ഇത് റിലീസ് ചെയ്തത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. 1931ലാണ് ഈ ഒരു സിനിമ എന്താണ് റിലീസ് ചെയ്തത്. ഇനി ഇതിന്റെ സംവിധായകൻ ആരായിരുന്നു എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അർദേശ്വർ ഇറാനിയാണ്. ആരാണെന്ന് ഓർത്തു വെക്കുക. ഓർത്തു വെക്കുക, എന്താണ്? അർദേശ്വർ ഇറാനിയാണ് എന്താണ് ഈ ഒരു സിനിമ എന്താണ് സംവിധാനം ചെയ്തത്. എന്നാണ് റിലീസ് ചെയ്തത്? 1931ലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തത്. 2026 സിനിമ റിലീസ് ചെയ്തതിന്റെ 95-ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്.
ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വാട്സപ്പ് വന്നിരിക്കുകയാണ്. അതായത് 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായിട്ട് ഒരു പ്രത്യേകം വാട്സപ്പ് ആരംഭിക്കാൻ വേണ്ടിയിട്ട്, അക്കൗണ്ട് ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണം വാട്സപ്പിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആരംഭിക്കുന്ന ഈ ഒരു വാട്സപ്പിലൂടെ അവരുടെ, അതായത് ഈ കുട്ടികളുടെ പാരൻസിന് അത് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ എന്താണ് ഈ ഒരു പാരൻസിന് സൃഷ്ടിക്കാൻ കഴിയുന്നതും, അതായത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതും അതേപോലെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് വാട്സപ്പിന്റെ ഇത്തരത്തിലൊരു അക്കൗണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഇത്തരത്തിൽ എന്താണ് വാട്സപ്പ് ഇങ്ങനെ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണം വന്നിട്ടുള്ളത്. ഈ ഒരു വാട്സപ്പിലൂടെ മെസ്സേജിങ്ങും അതേപോലെ കോളിങ്ങുമാണ് കൂടുതലായിട്ട് ലഭ്യമാവുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കോളിങ്ങിനും അതേപോലെ മെസ്സേജിങ്ങിനും വേണ്ടിയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി വാട്സപ്പ് നമുക്കറിയാം എന്താണ് മെറ്റയുടെ ഉടമസ്ഥതയിലുള്ള ഒരു മെസ്സേജിംഗ് ആപ്പാണ് വാട്സപ്പ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. മൗറീഷ്യസിന്റെ 58ാമത് ദേശീയ ദിനാഘോഷങ്ങളിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതെന്നാണ് ഓർത്തു വെക്കുക. INS ത്രികാന്ത് ആണ്. എന്താണ് INS ത്രികാന്ത് ആണ്. ഏത് രാജ്യത്തിന്റെയാണ്? മൗറീഷ്യസിന്റെയാണ്. മൗറീഷ്യസിന്റെ 58ാമത് ദേശീയ ദിനാഘോഷമാണ് 2026 മാർച്ച് 12, ഓർത്തു വെക്കുക, മാർച്ച് 12 നടന്നത്. അപ്പോൾ ഈ ഒരു ആഘോഷവേളയിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ ഏതാണ്? അത് INS ത്രികാന്ത് ആണ്. അപ്പോൾ മൗറീഷ്യസിന്റെ ദേശീയ ദിനം എന്നാണെന്ന് കൂടി നോട്ട് ചെയ്യുക. മാർച്ച് 12 മൗറീഷ്യസിന്റെ ദേശീയ ദിനം. അപ്പോൾ ഈ ഒരു ആഘോഷവേളയിൽ പങ്കെടുത്തിരിക്കുന്നത് എന്താണ്? INS ത്രികാന്ത് ആണ് എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി ഇന്ത്യയും അതേപോലെ തന്നെ മൗറീഷ്യസും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളൊക്കെ ശക്തിപ്പെടുത്തുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് INS ത്രികാന്ത് ഈ ഒരു ആഘോഷവേളയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏത് രാജ്യത്തിന്റെയാണ്? മൗറീഷ്യസിന്റെയാണ്. 58ാമത് ദേശീയ ദിന ആഘോഷത്തിലാണ് INS ത്രികാന്ത് പങ്കെടുത്തത്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഗോൾഡൻ ഡോം പദ്ധതിയിൽ പങ്കുചേരുവാൻ ജപ്പാൻ ഒരുങ്ങുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് ഗോൾഡൻ ഡോം എന്നുള്ള പദ്ധതി? ഇതിനെപ്പറ്റി നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചത് 2025 2025 USA പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് ഗോൾഡൻ ഡോം എന്നുള്ളത്. അപ്പോൾ ഇതിൽ ജപ്പാൻ കൂടി പങ്കുചേരുവാനായിട്ട് പോവുകയാണ്. ഇനി എന്താണ് ഗോൾഡൻ ഡോം പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഭൂമിയിൽ നിന്നോ അല്ലെങ്കിൽ ബഹിരാകാശത്ത് നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും ഹൈപ്പർസോണിക് അതേപോലെ തന്നെ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ അതേപോലെ ഡ്രോണുകളെല്ലാം തകർക്കാൻ കഴിയുന്ന തരത്തിൽ അതെല്ലാം ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റം ആണെന്നാണ് ഈ ഒരു ഗോൾഡൻ ഡോം എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ ഇത് പ്രഖ്യാപിച്ചത് US ആണ്. 2025 ഇത് പ്രഖ്യാപിച്ചത്. ഇതിൽ ജപ്പാനും കൂടി പങ്കുചേരുവാൻ വേണ്ടി പോവുകയാണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ചൊവ്വാഗ്രഹത്തിന് സമാനമായ സാഹചര്യങ്ങൾ പഠിക്കുന്നതിനായി നാസ തിരഞ്ഞെടുത്ത ദ്വീപ് ഏതെന്നാണ് ഓർത്തു വെക്കുക. ഡിവോൺ ഐലൻഡ് ആണ്. എന്താണ്? ഡിവോൺ ഐലൻഡ് ആണ്. അപ്പോൾ കാനഡയിലെ നൂനാവട്ട്, ഓർത്തു വെക്കുക, എവിടെയാണ്? നൂനാവട്ടിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കാനഡയിലെ നൂനാവട്ട് എന്നുള്ള സ്ഥലത്താണ് ഡിവോൺ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ്? തികച്ചും വളരെ തണുപ്പേറിയ ഒരു പ്രദേശമാണ്. ഇവിടെ നാസ എന്തിനു വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുത്തത്? ചൊവ്വാഗ്രഹത്തിന് സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതെന്താണ്? ഈ ഒരു നെക്സ്റ്റ് ജനറേഷൻ റോവേഴ്സിനെ കുറിച്ചൊക്കെയുള്ള പരീക്ഷണവും പഠനവും നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നാസ ഈ ഒരു ഐലൻഡ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാനഡയിലാണ് എന്നുള്ള പറഞ്ഞു. അതിശൈത്യം അനുഭവപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതായത് തണുത്ത മരുഭൂമി എന്ന് തന്നെ പറയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തണുത്ത മരുഭൂമിയാണ് ഡിവോൺ ഐലൻഡ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ തണുത്ത മരുഭൂമിയാണെന്ന് പറഞ്ഞു. അതിശൈത്യമാണ്. അതേപോലെ സസ്യങ്ങളോ അല്ലെങ്കിൽ മരങ്ങളോ ഒന്നും ആ പ്രദേശത്തില്ല. കുറേയധികം പാറക്കെട്ടുകൾ കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ചൊവ്വാഗ്രഹത്തിന് സമാനമായിട്ടുള്ള ഈ ഒരു സാഹചര്യങ്ങളുള്ള ഈ ഒരു ഡിവോൺ ഐലൻഡ് ആണ് നാസ ഈ ഒരു നെക്സ്റ്റ് ജനറേഷൻ റോവേഴ്സ് പരീക്ഷണത്തിന് വേണ്ടിയിട്ട് അതിനെ കുറിച്ചുള്ള പഠനത്തിനൊക്കെ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ നോക്കുന്നത്. അടുത്തിടെ പോൾ വാൾട്ടിൽ പുതിയ ലോക റെക്കോർഡ് നേടിയത് ആരെന്നാണ് ഓർത്തു വെക്കുക. അർമാൻഡ് ഡുപ്ലാന്റീസ് ആണ്. ആരാണ്? അർമാൻഡ് ഡുപ്ലാന്റീസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കായിക ഇനം ഏതാണെന്ന് നമുക്കറിയാവുന്നതാണ്. പോൾ വാൾട്ട് ആണ്. പോൾ വാൾട്ട് ആണ്. അപ്പോൾ ഈ ഒരു പോൾ വാൾട്ടിൽ പുതിയ ലോക റെക്കോർഡ് അദ്ദേഹം നേടിയിരിക്കുകയാണ്. അപ്പോൾ ഓർത്തു വെക്കുക 6.31 മീറ്റർ. എന്താണ്? 6.31 മീറ്റർ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പുതിയ ലോക റെക്കോർഡ് നേടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്നതാണ് അർമാൻഡ് ഡുപ്ലാന്റീസ്. അദ്ദേഹത്തെ മോണ്ടോ എന്നുള്ള ഒരു വിളിപ്പേര് കൂടിയുണ്ട്. എന്താണ്? മോണ്ടോ എന്നുള്ള ഒരു വിളിപ്പേര് കൂടിയുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു പേര് തന്നെ നടന്ന സ്വീഡനിൽ വെച്ച് നടന്ന മോണ്ടോ ക്ലാസിക് ഇൻഡോർ മീറ്റിൽ വെച്ചിട്ടാണ്. എന്താണ്? മോണ്ടോ ക്ലാസിക് ഇൻഡോർ മീറ്റിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മീറ്റ് നടന്നത് എവിടെ വെച്ചാണ്? സ്വീഡനിൽ വെച്ചാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇനി അദ്ദേഹം
എന്താണ് 2 തവണ എന്താണ് ഒളിമ്പിക് മെഡൽ നേടിയിരിക്കുന്ന വ്യക്തിയാണ്. 2 വട്ടം എന്താണ് സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ 2 വട്ടം അദ്ദേഹം ഈ ഒരു ഒളിമ്പിക് ഗോൾഡ് മെഡൽ നേടിയത് ഏതൊക്കെ ഒളിമ്പിക് ഗോൾഡ് മെഡലുകളാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. 2020 ടോക്കിയോ ഒളിമ്പിക്സിലും അതേപോലെ തന്നെ 2024 പാരീസ് ഒളിമ്പിക്സിലുമാണ് അദ്ദേഹം എന്താണ് ഈ ഒരു ഗോൾഡ് മെഡലുകൾ നേടിയത്. മാത്രമല്ല നിലവിലെ ലോക ചാമ്പ്യൻ കൂടിയാണ് എന്താണ് അർമാൻഡോ ഡുപ്ലാന്റിസ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ അർമാൻഡോ ഡുപ്ലാന്റിസ് ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പോൾ വാൾട്ടുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം പുതിയ ഒരു ലോക റെക്കോർഡ് നേടിയിരിക്കുകയാണ്. അത് എത്ര മീറ്റർ കടന്നുകൊണ്ടാണ്? 6.31 മീറ്റർ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം പുതിയ ഒരു റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2026 മാർച്ചിൽ അന്തരിച്ച ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ മുൻ ജനറൽ സെക്രട്ടറി ആരെന്നാണ്? ഓർത്തുവെക്കുക, കുശാൽ ദാസ് ആണ്. ആരാണ്? കുശാൽ ദാസ് ആണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹം എന്താണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അദ്ദേഹം 2010 മുതൽ 2022 വരെയാണ് ഈ ഒരു സ്ഥാനം വഹിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം എന്താണ് അന്തരിച്ചിരിക്കുകയാണ്. 2026 മാർച്ചിലാണ് അദ്ദേഹം അന്തരിച്ചത്. ഇനി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണെന്നും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. കല്യാൺ ചൗബയാണ്. ആരാണ്? കല്യാൺ ചൗബയാണ് എന്താണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ നിലവിലെ പ്രസിഡന്റ്. ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. 3 വോളിയങ്ങളിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയലുകൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. ന്യൂ NCERT SCERT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിരിക്കുന്നത്. റാങ്ക് ഫയൽ വാങ്ങുന്നതിനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകളിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ്. അതേപോലെ തന്നെ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഉടൻ തന്നെ ബുക്കുകൾ പർച്ചേസ് ചെയ്യുക. ഇനി നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. 2026 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നായിരുന്നു നോക്കിയത്? ഏഴാശ്ശേരി രാമചന്ദ്രനാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള ധനസഹായത്തിന്റെ പുതുക്കിയ തുക എത്രയെന്നാണ്? 14 ലക്ഷം രൂപയാണ്. നേരത്തെ 10 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ ഒരു 14 ലക്ഷം രൂപയിൽ 10 ലക്ഷം രൂപ നൽകുന്നത് വനം വകുപ്പാണ്. അതേപോലെ 4 ലക്ഷം രൂപ നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നുമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ലോകത്തിലെ ആദ്യ ഓട്ടോണമസ് മാരിടൈം ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് സിസ്റ്റംസ് സെന്റർ നിലവിൽ വരുന്നത് എവിടെയെന്നാണ്? അപ്പോൾ ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലെ ജുവലിധിന്നെ മത്സ്യബന്ധന തുറമുഖത്താണ് ഇത്തരത്തിലൊരു സെന്റർ നിലവിൽ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു. 2026 റിലീസ് ചെയ്തതിന്റെ 95ാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ആദ്യ ശബ്ദചിത്രം ഏതെന്നാണ്? ആലം ആര എന്നുള്ള ചിത്രമാണ്. അപ്പോൾ 2026 അതാണ് 95ാമത് വാർഷികമാണ് ആഘോഷിക്കുന്നത്. മാത്രമല്ല ഇന്ത്യയുടെ ആദ്യത്തെ ശബ്ദചിത്രവും കൂടിയാണ് ആലം ആര. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായിട്ട് എന്താണ് വാട്സപ്പ് അക്കൗണ്ടുകൾ തുടങ്ങുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് ഇനി വാട്സപ്പിലൂടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അതായത് 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം എന്താണ് അക്കൗണ്ടുകൾ തുടങ്ങുവാനായിട്ട് സാധിക്കും. അപ്പോൾ പാരൻസിനെ തുടങ്ങുവാനും അതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യുവാനും അതേപോലെ തന്നെ കൺട്രോൾ ചെയ്യുവാനും കഴിയുന്ന തരത്തിലാണ് ഈ ഒരു പുതിയ അക്കൗണ്ടുകൾ വന്നിരിക്കുന്നത്. ശേഷം നമ്മൾ നോക്കിയത് മൗറീഷ്യസിന്റെ 58ാമത് ദേശീയ ദിനാഘോഷങ്ങളിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതെന്നാണ്? ഓർത്തുവെക്കുക, INS ത്രികാന്ത് ആണ്. അപ്പോൾ എന്നാണ് ഈ ഒരു ആഘോഷം എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. മാർച്ച് 12 മൗറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷം നടന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഗോൾഡൻ ഡോം പദ്ധതിയിൽ പങ്കുചേരുവാനായിട്ട് ജപ്പാൻ ഒരുങ്ങുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ 2025 US പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് ഗോൾഡൻ ഡോം എന്നുള്ള ഈ ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റം. അതിലെന്താണ് ജപ്പാൻ കൂടി പങ്കുചേരുവാൻ പോവുകയാണ്. ശേഷം നമ്മൾ നോക്കിയത് ചൊവ്വാഗ്രഹത്തിന് സമാനമായ സാഹചര്യങ്ങൾ പഠിക്കുന്നതിനായി നാസ തിരഞ്ഞെടുത്ത ദ്വീപ് ഏതെന്നാണ്? ഓർത്തുവെക്കുക, ഡെവോൺ ഐലൻഡ് ആണ് എന്താണ് നാസ ഇതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നെക്സ്റ്റ് ജനറേഷൻ റോവേഴ്സിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയ പോയിന്റ്, അടുത്തിടെ പോൾ വാട്ടിൽ പുതിയ ലോക റെക്കോർഡ് നേടിയത് ആരെന്നാണ്? അർമാൻഡോ ഡുപ്ലാന്റിസ് ആണ്. എന്താണ് 6.31 മീറ്റർ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം പുതിയ ഈ ഒരു ലോക റെക്കോർഡ് നേടിയിരിക്കുന്നത്. പിന്നീട് ഒരു വിയോഗമാണ് നമ്മൾ നോക്കിയത്. 2026 മാർച്ചിൽ അന്തരിച്ച ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ മുൻ ജനറൽ സെക്രട്ടറി ആരെന്നാണ്? കുശാൽ ദാസ് ആണ്. 2010-2022 കാലയളവിലാണ് അദ്ദേഹം ഈ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിച്ചിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: 2026 കുമാരനാശാൻ ദേശീയ കവി പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ്? ഓപ്ഷൻ എ സീതാകാന്ത മഹാപത്ര, ഓപ്ഷൻ ബി ശിവശങ്കരി, ഓപ്ഷൻ സി അരുന്ധതി റോയ്, ഓപ്ഷൻ ഡി പ്രതിഭ റേ. അടുത്ത ചോദ്യം ഇതാണ്: 6ാമത് അക്ഷര പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ്? ഓപ്ഷൻ എ M മുകുന്ദൻ, ഓപ്ഷൻ ബി UK കുമാരൻ, ഓപ്ഷൻ സി K സച്ചിദാനന്ദൻ, ഓപ്ഷൻ ഡി ഹരീഷ്. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക.
കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, KJ യേശുദാസ് ഡിജിറ്റൽ ലൈബ്രറി സജ്ജമാവുന്നത് എവിടെയെന്നാണ്. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, തൈക്കാടാണ് ഇത്തരത്തിലൊരു ലൈബ്രറി സജ്ജമാവുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, 2026 മാർച്ചിൽ ഭൗമാന്തരീക്ഷത്തിലേക്ക് തിരിച്ചിറങ്ങിയ നാസയുടെ പേടകം ഏതെന്നാണ്. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, വാൻ അലൻ പ്രോബി A എന്നുള്ള പേടകമാണ് തിരിച്ചിറങ്ങിയത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.